പവിത്രം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ വിക്രത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്രം ഇപ്പോഴും ജയിലിലാണ്. ചെയ്യാത്ത കുറ്റീനെ ജയിലിലാവുകയും അതേപോലെ വേദ എവിടാണെന്ന് ഒരറിവും കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ സങ്കടം വിക്രത്തിന് നല്ലോണം ഉണ്ട്. അപ്പം കൂടെയുള്ള ആൾ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കാനുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം. അങ്ങനെ കാത്തിരിക്കാൻ ആരുമില്ലാത്തവരുടെ കാര്യമാണ് വലിയ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട് വിക്രത്തോട്. അതിനുശേഷം കമലമ്മയും മാഷും കൂടെ വിക്രത്തെ ജയിലിൽ കാണാൻ വരുന്നുണ്ട്. അപ്പം വിക്രത്തെ കാണുമ്പോൾ കമലമ്മ ഭയങ്കര കരച്ചില. വിക്രം കമലമ്മയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വേദ എവിടാണെന്ന് അറിയത്തില്ലല്ലോ മോനെ, വേദയെക്കുറിച്ച് ഒരു അറിവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, അങ്ങനെ പെട്ടെന്നൊന്നും തളർന്നു വന്ന പെണ്ണല്ല വേദ, അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അടുത്ത പ്രാവശ്യം അമ്മ വരുമ്പോൾ ചിരിച്ച മുഖവുമായിട്ട് വേണം എന്നെ കാണാൻ വരണ്ടേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിക്രത്തിൻ്റെ കാര്യം ഓർത്ത് കമലമ്മയ്ക്കും മാഷിന് നല്ല സങ്കടമാണ്. അതിനുശേഷം വീട്ടിൽ പോയിട്ടും കമലമ്മയുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കമലമ്മ മാഷിനോട് പറയുന്നുണ്ട്, 1 വർഷമായി നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്ന് പോയിട്ടെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വിക്രത്തിന് നല്ല സങ്കടമുണ്ട്. വേദയാണെങ്കിൽ മറ്റെവിടെയോ ഒരു കൂട്ടുകാരുടെ കൂടാണ് പ്രസവിക്കാറൊക്കെ ആയി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുന്നുണ്ട്. വേദയും ഇങ്ങനെ ആരും കാണാതെ ഒളിച്ച് താമസിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ അന്വേഷിച്ച് നടക്കുകയാണ്. കൂടെ ദർശനമുണ്ട്. അപ്പം ദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, രാവണൻ്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രനാണ് രാവണൻ്റെ ശത്രുവെങ്കിൽ എൻ്റെ സഹോദരിയുടെ ആദ്യത്തെ കടിഞ്ഞൂൽ കുഞ്ഞ് തന്നെ എൻ്റെ ശത്രുവാണെന്നും പറയാണ്. എന്തായാലും വേദയോടുത്ത് ശ്രീകാന്തിനോടുള്ള പക ഇതുവരെ അടങ്ങിയിട്ടില്ല. വിക്രത്തിനോടും അതുപോലെ തന്നെയാണ്. അത്രയ്ക്കും പകയുണ്ട് ശ്രീകാന്തിന് അവർ രണ്ടുപേരോടും. വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ തമ്പി വിക്രത്തിൻ്റെ കൂടെ തന്നെ. വിക്രത്തിൻ്റെ കേസ് വാദിക്കുന്നതും ശങ്കരനാരായണനാണ്. പക്ഷേ ശ്രീകാന്തിൻ്റെ ഓരോ നീക്കങ്ങളും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകാന്തിനെ വീട്ടിൽ നിന്ന് തന്നെ വിട്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് ശ്രീകാന്ത് അടങ്ങില്ല. ശ്രീകാന്തിൻ്റെ പക ഇപ്പോഴും വേദയോടും വിക്രത്തോടും ഉണ്ട്. അതുപോലെ വേദയാണെങ്കിൽ ആരും കാണാതെയാണ് താമസിക്കുന്നത്. ഇപ്പം ഇടയ്ക്ക് സങ്കടമൊക്കെ വന്ന് കരയുന്നുണ്ട്. വിക്രം ജയിൽ മോചിതനായി വരുമ്പോഴത്തേക്കും താനും കുഞ്ഞും വിക്രത്തിൻ്റെ അടുത്ത് തന്നെ കാണണമെന്ന് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ വേദയ്ക്ക്. വേദയെ പലരും ആശ്വസിപ്പിക്കുന്നുണ്ട്, കൂടെ ഉള്ളവരൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശ്രീകാന്ത് കാണാതെ വേദ ഒളിച്ച് താമസിക്കുകയും ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ അന്വേഷിച്ച് നടക്കുകയൊക്കെ ചെയ്യുകയാണ്. കമലമ്മയും മാഷും വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം ആലോചിച്ച് വലിയ സങ്കടത്തിലാണ്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം.